ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ലൈഫ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. വൈകുന്നേരമായപ്പോഴത്തേക്ക് എൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയായിട്ട് വീട്ടിൽ വന്നായിരുന്നേ. നിയക്കുട്ടനൊരു വലിയ സർപ്രൈസ് ആയിട്ടാണ് കേട്ടോ അവർ വന്നത്. സർപ്രൈസ് എന്താണെന്നുള്ളത് ഞാൻ ഉടനെ കാണിക്കാമേ. അങ്ങനെ ചായ എല്ലാം കുടിച്ച് കുറച്ച് നേരമൊക്കെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരിറങ്ങിയായിരുന്നേ. അങ്ങനെ അവർ പോയപ്പോഴത്തേക്ക് ഞാനും നിയക്കുട്ടനും കൂടെ അവരുടെ കൂടെ ഇറങ്ങിയായിരുന്നു കേട്ടോ വീട്ടിലേക്ക് തന്നെ. അങ്ങനെ നമ്മൾ സാധനം എന്താണെന്ന് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. നിയക്കുട്ടൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് അപ്പൂപ്പനും അമ്മയും കൊണ്ടുവന്ന എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ നീക്കൂട്ടം പറഞ്ഞ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിരുന്നു. അപ്പൂപ്പനും അമ്മയും നീക്കൊരു ഗിഫ്റ്റ് ആയിട്ട് വന്നേക്കാണ്, അതെന്താണെന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം എന്നാണ് ആൾ പറഞ്ഞത്. വേറെ എന്തൊക്കെയോ ആളുടെ എക്സൈറ്റ്മെൻറ്റ് കാരണം പറഞ്ഞായിരുന്നേ. അപ്പോൾ അൺബോക്സ് ചെയ്തപ്പോഴത്തേക്ക് നീക്കൂട്ടന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി ടേബിൾ ആയിരുന്നു കേട്ടോ. ഇതിന് മുന്നേ അവരൊരു സ്റ്റഡി ടേബിൾ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അത് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്തതായിരുന്നു. അത് നമ്മൾ ഇതിനു മുമ്പ് അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ടേബിളിന് ചെറിയ ഡിഫക്ട്സ് ഉള്ളത് കാരണം ഞാൻ ഇത് വീട്ടിൽ പറഞ്ഞപ്പോഴത്തേക്കും അത് റിട്ടേൺ ചെയ്യാമെന്ന് അനിയത്തി പറഞ്ഞായിരുന്നു. അങ്ങനെയാണ് അത് റിട്ടേൺ ചെയ്തത്. ഇനി അപ്പോൾ എന്തായാലും ഓൺലൈൻ പർച്ചേസ് ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഡയറക്റ്റ് ആയിട്ട് പോയി വാങ്ങിയതാണ്. ഇത് പർച്ചേസ് ചെയ്തത് ഫസ്റ്റ് ക്രൈ എന്നാണ് കേട്ടോ. ഫസ്റ്റ് ക്രൈ എന്നാകുമ്പോൾ അറിയാമല്ലോ, പ്രീമിയം ക്വാളിറ്റി സാധനമായിരിക്കും. അപ്പോൾ ഈ ടേബിൾ നല്ല എക്സ്പെൻസീവ് ആണ് കേട്ടോ. നേരത്തെ വാങ്ങിയതിനേക്കാളും നല്ല എക്സ്പെൻസീവ് ആണ്. പിന്നെ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന മെറ്റീരിയൽ ആണെങ്കിൽ പോലും ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ്. പിന്നെ ഒരിടത്തും ഷാർപ്പ് എഡ്ജുകളോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. എല്ലായിടത്തും ഫുള്ളി നല്ല സേഫ് ആയിട്ടാണ് അവർ യൂസ് ചെയ്തേക്കുന്ന മെറ്റീരിയൽസ് എല്ലാം. ഇത് എക്സ്പെൻസീവ് ആണെങ്കിൽ പോലും നല്ല ഗുണമുള്ള സാധനമാണ്. കാരണം ഇത് നമുക്ക് 1-2 വർഷം യൂസ് ചെയ്തിട്ട് കളയണ ടൈപ്പിലുള്ളതല്ല. 3 വയസ്സ് തൊട്ട് 15 വയസ്സ് വരെ യൂസ് ചെയ്യുന്ന രീതിയിലാണ് അവരിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏകദേശം 80 കിലോ വരെ വെയിറ്റ് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. പിന്നെ ചെയറിൻ്റെ ആണെങ്കിലും ടേബിളിൻ്റെ ആണെങ്കിലും ഹൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു 3 വയസ്സായ ഒരു കുഞ്ഞിന് എത്ര ഹൈറ്റ് വേണം അതേ ലെവലിൽ നമുക്ക് ഏറ്റവും താഴത്തെ ലെവലിൽ ഹൈറ്റും ആക്കാം. അതേപോലെ 15 വയസ്സിലോട്ട് എത്തുമ്പോഴത്തേക്ക് എത്ര ഹൈറ്റിൽ ഇതിരിക്കണം അതേപോലെ നമുക്ക് പൊക്കി പൊക്കി വെക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരുപാട് ലെവലിൽ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് മുകളിലോട്ടും താഴോട്ടും ഒക്കെ വെക്കാമേ. ഇപ്പം നമ്മൾ നിയക്കുട്ടൻ്റെ ഹൈറ്റ് എത്രയാണോ അതേപോലെ ലോവർ ലെവലിലാണ് ചെയർ ഇപ്പോൾ ഹൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഏകദേശം ഒരു അരമണിക്കൂറിനകത്ത് തന്നെ നമുക്ക് ചെയർ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയേ. നമ്മൾ ടേബിളും അതുപോലെ ഒരു അരമണിക്കൂറിനകത്ത് തന്നെ ടേബിളും സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയേ. അതിൻ്റെ മുകളിൽ ഈ ഒരു സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ വെക്കുന്ന രീതിയിലുള്ള ഒരു ഡ്രോയറൊക്കെ അതിനകത്തുണ്ട്. അതെല്ലാം സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടേബിൾ നമ്മൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഏറ്റവും ചെറിയ ഹൈറ്റ് തൊട്ട് ഏറ്റവും വലിയ ഹൈറ്റ് വരെ നമുക്ക് വെക്കാൻ പറ്റുമേ. ഇതിപ്പോൾ നമ്മൾ ചെയർ എങ്ങനെയാണോ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചത് അതുപോലെ തന്നെ നിയക്കുട്ടൻ്റെ ഹൈറ്റിനനുസരിച്ചാണ് നമ്മളിപ്പോൾ ടേബിളും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചത്. അങ്ങനെ ഫുൾ അസംബിൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ടേബിൾ ഇങ്ങനെ ഇരിക്കും. പിന്നെ ടേബിളിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ റീഡിങ് ഏരിയയ്ക്ക് വേണ്ടിയിട്ട് ഒരു സംഭവം കൂടെ ഉണ്ട്. നമ്മൾ ബുക്സ് ഒക്കെ വെച്ച് ക്ലിപ്പ് ചെയ്ത് അതിങ്ങനെ മറിയാതെ നമുക്ക് വായിക്കാനൊക്കെ വേണ്ടി. ഇതൊക്കെ കുറച്ചുകൂടെ വലിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ന്യൂട്ടൻ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, എന്നാലും ഞാൻ അത് കാണിക്കാൻ വേണ്ടി വെച്ചതേ ഉള്ളൂ. അപ്പോൾ ന്യൂട്ടൻ്റെ സ്റ്റഡി ടേബിൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.